കാസർഗോഡ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് വ്യാപക കടൽക്ഷോഭം. അപ്രതീക്ഷിത വേലിയേറ്റത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയുടെ സമീപം വരെ കടലെടുത്തു. തൃക്കണ്ണാട് ബേക്കൽ പ്രദേശങ്ങളിൽ 1.5 മീറ്ററിലധികം ഉയരത്തിലാണ് തിരമാലകൾ ആശങ്ക ഉയർത്തിയത്. അപ്രതീക്ഷിത കടലേറ്റം നിരവധി വീടുകൾക്ക് ഭീഷണിയാവുകയാണ്. കോട്ടിക്കുളം, ബേക്കൽ, തൃക്കണ്ണാട് തീരങ്ങളിൽ ശനിയാഴ്ച മുതൽ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെടുകയാണ്. 9 വീടുകൾ ഏത് സമയവും കടലെടുക്കുമെന്ന ആശങ്കയിലും. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി ഏകദേശം ഇന്നലെ 11 മണിക്ക് പകൽ 11 മണിക്ക് ജില്ലാ കളക്ടർ വന്ന് സ്ഥലം സന്ദർശിച്ച് പോയി. രാത്രി ഒരു 9-9:30 വീണ്ടും കടലേറ്റം രൂക്ഷമായി. വെള്ളം അടിച്ചു കയറി. ആ അടിച്ചു കയറൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള പ്ലാസ്റ്റിക് സഞ്ചികൾ, ബാഗുകൾ, കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ കരയിലേക്ക്, ഈ വീടിൻ്റെ പ്രദേശങ്ങളിലേക്ക് കയറി വന്ന് ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ. പ്രധാനമായും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ഹാർബർ, ഫിഷിംഗ് ഹാർബർ വേണമെന്നുള്ളതാണ്. ആ ഹാർബർ സ്ഥാപിക്കുവാൻ ആവശ്യമായ ഒരു സർവേ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഒരു തുടർ നടപടി സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുണ്ടായ ഹാർബർ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കടലാക്രമണ ഭീഷണി തടയാൻ കഴിയും ഈ പ്രദേശത്ത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയുടെ 30 മീറ്റർ അരികെ വരെ കടലെടുത്തിട്ടുണ്ട്. തൃക്കണ്ണാട്, ബേക്കൽ, വിഷ്ണുമഠം പ്രദേശങ്ങളിൽ 100 മീറ്ററോളം വീതിയിൽ കടൽ കരയിലേക്ക് കയറി. പുതിയ ഹാർബർ അനുവദിക്കണമെന്നും ഭീഷണി നേരിടുന്നവരെ പുനർഗ്രഹം പദ്ധതിയിലൂടെ പുനരധിവസിപ്പിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കരക്കടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അതിനിടെ ഈ ഭാഗത്ത് കടൽഭിത്തി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾക്കായി ജില്ലാ കളക്ടർ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, കാസർഗോഡ്.